പടക്ക നിർമ്മാണത്തിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുകയാണ് തിരുവനന്തപുരം നന്ദിയോട് ഗ്രാമം. 20ഓളം പടക്ക നിർമ്മാണശാലകളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. വെടിക്കെട്ടെന്നും പടക്കമെന്നും കേട്ടാൽ നന്ദിയോടിനെ ഓർക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഇവിടുത്തെ പടക്കങ്ങൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ആവശ്യക്കാർ ഏറെയാണ്. 20ഓളം പടക്ക നിർമ്മാണശാലകളും 80ഓളം വിൽപ്പന കേന്ദ്രങ്ങളുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മികവുറ്റ രീതിയിൽ പടക്കങ്ങൾ നിർമ്മിക്കുന്നതും കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുമാണ് ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണം. 500-ലേറെ തൊഴിലാളികളാണ് പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വർഷത്തിൽ 365 ദിവസവും പടക്കങ്ങൾ ലഭിക്കുന്ന അനന്തപുരിയിലെ മിനി ശിവകാശി എന്നാണ് നന്ദിയോട് അറിയപ്പെടുന്നത്. പടക്ക നിർമ്മാണത്തിലൂടെ നാട്ടുകാർക്ക് ജോലി നൽകുവാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് 18 വർഷമായി പടക്ക നിർമ്മാണശാല നടത്തുന്ന ബാബു പറയുന്നു. ഇതൊരു ഗ്രാമം, അതായത് ഒരു വ്യാവസായിക മേഖലയായിട്ടാണ് നമ്മളിവിടെ ഇപ്പം വന്നിരിക്കുന്നത്. പടക്ക നിർമ്മാണ യൂണിറ്റാണ് കൂടുതൽ. 10-20ഓളം യൂണിറ്റുകളുണ്ട്. പിന്നെ പടക്കക്കടകൾ ദീപാവലി ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ തന്നെ ഈ നന്ദിയോട് പഞ്ചായത്തിൽ തന്നെ ഏകദേശം ഒരു 10-80ഓളം കടകളുണ്ടെന്നാണ് തിരക്കും. ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ എൻ്റെ കീഴിൽ തന്നെ നിരവധി ജോലിക്കാരുണ്ട്. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു വരുമാന മാർഗവും ഇതൊരു വ്യാവസായിക മേഖലയാണിത്. പുതുമയുള്ള ഇനങ്ങൾ സ്വന്തമായി നിർമ്മിച്ചാണ് ഇത്തവണയും നന്ദിയോട് പടക്ക വിപണി ഒരുങ്ങുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ഇനങ്ങൾക്ക് പുറമെ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന നാടൻ പടക്കങ്ങളാണ് ഹൈലൈറ്റ്. ഹോൾസെയിലായും റീറ്റെയിലായും പടക്കങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. ദീപാവലി കളറാക്കണമെങ്കിൽ നന്ദിയോടെത്തിയാൽ മതിയാകും. വർണ്ണപ്പൂത്തിരികൾ, ആകാശവിസ്മയം തീർക്കുന്ന ചെറുകമ്പങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.